ഹേ ഹലോ മൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മളൊരു പുതിയ സിവിക്ക് എടുക്കാൻ വേണ്ടി വന്നേക്കാം. പുതിയ അല്ല, സെക്കൻഡ് ഹാൻഡ് ആണ്. ഇപ്പോൾ നമ്മൾ സിവിക്ക് ബാക്കിലും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. കാരണം ഈ മോഡൽ ഇപ്പോൾ ന്യൂ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ കഴിയത്തുള്ളൂ ഈ വണ്ടി. പിന്നെ ഈ വണ്ടിയുടെ ഹോണറാണ് അടക്കുന്നത്. അപ്പോൾ അവന് വീഡിയോ വരെ ഇൻട്രസ്റ്റ് ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടാണ് ദൂരെ വിട്ട് നിൽക്കണേ. അപ്പോൾ അവനെ വീഡിയോ കാണിക്കേണ്ട പറഞ്ഞാണ്. അപ്പോൾ ഇതാ നമ്മളെ സിവിക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് വണ്ടിയാണ് കേസ്. കാരണം വലിയ ദുബായിൽ നിൽക്കുമ്പോൾ വണ്ടി ഓടാതെ ഇവിടെ അങ്ങനെ കിടക്കലാണ്. 1000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട് ഗ്ലാസ്സിലൊരു ക്രാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് തെങ്ങെന്തോ വീണതാണെന്ന് പറയണത്. ഇന്നലെ വീണതാണല്ലേ. ഞാൻ ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വണ്ടി എടുക്കാനേ ഉള്ളൂ. വണ്ടി ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ പിന്നെ ഞാൻ ഹൈഡിവേയിൽ ഇടാൻ മറന്നുപോയി. ഓക്കെ, സോ ഗൈസ് നമുക്ക് നേരെ വണ്ടി അങ്ങോട്ട് ഐശ്വര്യത്തോടെ അങ്ങ് എടുക്കാം. ഗൈസ് അപ്പാപ്പനോട് ഗൈസ് അവിടെ എന്താ പണി നടക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടല്ലോ. ഒരുത്തൻ തെങ്ങുമലി ഒരുത്തൻ വീടിൻ്റെ മുകളിലതാ കയറിയിരിക്കുന്നു. പിരാന്തന്മാരെ. ഗൈസ് നമുക്ക് നേരെ അങ്ങ് പോവാം. എങ്ങോട്ട് വെച്ചാൽ വേറെ എങ്ങോട്ടല്ല, നമ്മളെ വീട്ടിൽ കാണാം. അപ്പോൾ നമ്മളെ പുതിയ ഔട്ട്ഫിറ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് പെർമനൻ്റ് അല്ല, നമ്മളെ പെർമനൻ്റ് ഔട്ട്ഫിറ്റ് വേറെ ഉണ്ട്, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ നേരെ നമ്മളെ എടാ ഫസ്റ്റിൻ്റെ വണ്ടി കൊണ്ട് ചാമ്പി. പെട്രോൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പെട്രോൾ ഉണ്ടോ വെറുതെ എന്തിനാ പണി വാള, നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പോവാം. അപ്പോൾ ഫസ്റ്റിനെ ഒന്ന് സബ് ചെയ്തൊക്കെ ചാനൽ നമ്മൾ റോഡ് ടു 100 സബ്ബാണെങ്കിൽ പിന്നെ ലൈക്കും ചെയ്താൾ. അപ്പോൾ അതിൻ്റെ ഗിവ് അവേയും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ ഭയങ്കര സിമ്പിൾ റൂൾസ് മാത്രമായി കിട്ടുക. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വലിയ റൂൾസ് ഒന്നുമല്ല, ഭയങ്കര ചെറിയ റൂൾസേ നമ്മൾ വെക്കത്തുള്ളൂ. അത്രയും ചെറിയ റൂൾസ് ആയിരിക്കും, എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂൾസ് കാര്യങ്ങളൊക്കെ ആക്കി നമ്മൾ വെക്കുന്നത്. ടാങ്ക് ഫുള്ളാണോ? ടാങ്ക് ഫുള്ളാന്ന് തോന്നുന്നു. ടാങ്ക് ഫുള്ളാണ് പിന്നെന്തിനാ ഞാൻ സൈഡ് വേൽ ഇട്ടോണ്ടോ ഒന്നും കാണൂല, അതുകൊണ്ട് ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമ്മൾ ഏത് വീട്ടിലൊക്കെ പോകാമെന്ന് വലിയ പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മൾ ഐസ് ഐലാൻഡിലുള്ള വീട്ടിലേക്ക് പോകാം. അവിടെ പോയിട്ട് കുറേ ആയി. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോസ് ഇടുന്നത്. അന്നത്തെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കിട്ടിയ സപ്പോർട്ട് അത്രയും വലുതായിരുന്നു. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഈ ലാഗ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ടോ. നമ്മളെന്തായാലും പഴയ മോജോ പോയി മാതിരി അയക്കൂല നമ്മൾ സിവിക്കാക്കാം. നല്ലൊരു നമ്മളെ മാത്രമുള്ള ഐഡൻറ്റിറ്റിയിൽ നമ്മൾ കൊണ്ടുവരണമായിരിക്കും. ലൈക്ക് ഞാൻ വൈറ്റിൻ്റെ ഒക്കെ മലയാള സിവിക്ക് അയക്കേസ് നമ്മൾ കൊണ്ടുവരാം. ഞാൻ വൈറ്റിൻ്റെ കോപ്പി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ വൈറ്റ് കണ്ടില്ലേ ഓരോതായ ഐഡൻറ്റിറ്റിയിലുള്ളൊരു വണ്ടി, അങ്ങനെ നമ്മൾ കൊണ്ടുവരും. ബോക്സ് കാര്യങ്ങളൊക്കെ കയറ്റാണ്. ഇതിപ്പോൾ സ്റ്റോക്ക് ഭയങ്കര സ്റ്റോക്കാണ്, അത് അലോയി പോലില്ല. കാരണം ഇത് അപ്പൂപ്പൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവർ മോഡിഫിക്കേഷൻ ചെയ്യില്ല. മോഡിഫിക്കേഷൻ ചെയ്യുന്നവരുണ്ടാവും, ബട്ട് ഇത് ഭയങ്കര സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാന്നെ. വേറെ ഒന്നും പറയാനില്ല. ഈ വണ്ടി സ്റ്റോക്കാണ്, പെട്ടെന്ന് അങ്ങോട്ട് എത്തുമെന്ന് അറിയില്ല. വണ്ടി നമ്മൾ 110 പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഇപ്പോഴത്തെ അപ്ഡേറ്റ് അടിപൊളി അപ്ഡേറ്റ് അല്ല എനിക്ക്. പക്ഷേ ഫോർച്യൂണർ കിട്ടിയില്ല. ഫോർച്യൂണർ ഇത് കൊടുത്ത് കമ്പി ഉണ്ടോ അവിടെ? ഞാൻ പെട്ടെന്ന് ചോദിച്ചു കമ്പിയാണെന്ന് ആ റോഡിൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ. അപ്പോൾ ഫോർച്യൂണർ നമുക്ക് കിട്ടിയില്ല. കാരണം ഞാൻ അപ്ഡേറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലേ കയറിയായിരുന്നു. അപ്പോൾ ഫോർച്യൂണർ ഞാൻ എങ്ങനെയെങ്കിലും എടുക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോർച്യൂണർ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് പറയാം. എനിക്ക് ഫോർച്യൂണർ അത്യാവശ്യമാണ്. ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ വേറൊരു ബിഗ് സർപ്രൈസ് വരുന്നുണ്ട്. അതിപ്പോഴൊന്നും അയക്കൂല. എന്തായാലും ഒരു 3 വീക്സ് എങ്ങനെ കഴിഞ്ഞിട്ട് അയക്കുക സർപ്രൈസ്. കാരണം അത്രയും പണിയുണ്ട്. ചിലവർക്ക് കത്തിയിട്ടുണ്ടാവും എന്താ സർപ്രൈസ് ഒന്നും, ചിലവർക്ക് കത്തിയിട്ടുണ്ടാവില്ല. കാരണം ഇത്രയും ഈ ഡേറ്റ് വണ്ടി പറന്നിട്ടോ. അവിടെ ഒരു ഹമ്പ് ഉണ്ടായിരുന്നു, അതിന് ചാടി ഒരൊറ്റ പറക്കലായിരുന്നു.
ഈ വണ്ടിക്ക് പുള്ളിങ് ഭയങ്കര കുറവാണ്. സിവിക്കിന് ഓടിക്കഴിഞ്ഞാൽ പിന്നെ പവർ കയറുന്നുള്ളൂ. ഇപ്പോൾ ഇത് ബേസ് മോഡൽ സിവിക്കാണ് എന്ന് വെച്ചാൽ ഒരു കുറവില്ല. അവിടെ അലോയ് മാത്രമേ ഇല്ലാത്തുള്ളൂ വണ്ടിക്ക്. ബാക്കിയെല്ലാം ഇത് ഒരു പ്യുവർ വൈറ്റ് അല്ല. ഈ വീഡിയോയിൽ വൈറ്റ് മാതിരി തോന്നുന്നു, പക്ഷേ ഇതൊരു ഗ്രേ കാറാണ്. കളർ നമുക്ക് നോക്കണ്ട കേസ്. പിന്നെ ചില്ല് പൊട്ടിയോണ്ട് തന്നെ അപ്പം നമുക്ക് ഇതാക്കി തന്നിട്ടുണ്ട്, പൈസ കുറച്ച് തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാൽ 2,75,000 ആയിരുന്നു. ഇപ്പം കേസ് അവർ 2,30,000 ആക്കി തന്നിട്ടുണ്ട് ആ ചില്ല് പൊട്ടി. അപ്പോൾ അത്രയും കുറച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു സന്തോഷം. കാരണം 1000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി നമുക്ക് കിട്ടി. അയ്യോ ഞാൻ എപ്പോഴും കൊണ്ട് ഈ ചാമ്പ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ വണ്ടി ഞാൻ പറഞ്ഞ സിവിക്കിന് ഭയങ്കര പുള്ളിങ് കുറവാണെന്ന് ഇത് കാണാനുണ്ടാവും. സോ ഗൈസ് നമ്മൾ കുറേ മാസങ്ങൾക്ക് ശേഷം ഗൈസ് നമ്മൾ ഈ വീട്ടിലേക്ക് അങ്ങോട്ട് കയറുകയാണ്. എൻ്റെ പൊന്നോ വൈബ്. ഇവിടെ എത്ര മഞ്ഞാണ്. അത് ഞാൻ എന്തൊക്കെ പറയുന്നത്. ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം കുറേ നാൾക്ക് ശേഷം വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ വീണ്ടും തെറ്റിക്കുന്നത് വീഡിയോസ് ചെയ്തതല്ല. എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞാൽ ഫുള്ള് തെറ്റും. കാരണം ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്നും എന്താ പറയേണ്ടതൊന്നും അറിയില്ല. അവക്കൊന്ന് എല്ലാവരും ക്ഷമിക്കുക ഗേസ്. അത്രയാണ് പറയാനുള്ളത്. ഗേസ് നമ്മളെ വീട് തിളങ്ങി നിൽക്കുന്നു. നമ്മളെ ഫ്ലാറ്റിലേക്കും സിറ്റി 2 വീട്ടിലേക്കൊക്കെ ഒന്ന് പോകണം. പക്ഷേ ഞാൻ അവിടെ ട്രോപ്പിക്കിൻ്റെ അടുത്തെന്താ വന്നെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടോ. നമ്മളെ സുഗണ്ണൻ്റെ വർക്ക്ഷോപ്പിൽ നമ്മളെ വണ്ടി കൊടുക്കണം. അപ്പോൾ അതിനാണ് നമ്മളിങ്ങോട്ടേക്ക് വന്നത്. പ്രൊഫഷണലായിട്ട് പാർക്ക് ചെയ്യണോ അല്ലെങ്കിൽ ഓക്കെ ഇവിടെ ഒരു ഹമ്മുണ്ട്. അപ്പോൾ വണ്ടി അടി തട്ടുമോ അറിയില്ല. ഹമ്പ് കഴിഞ്ഞില്ലേ? ഞാൻ നേരെ ഇറങ്ങട്ടെ. സ്വിച്ച് ഉണ്ടായിരുന്നല്ലേ സ്വിച്ച് അവിടെ. ഞാൻ ഹൈഡിവേ ഒന്ന് പോക്കട്ടെ കേസ്, അല്ലെ ഒന്നും നടക്കൂല. അവിടെ സ്വിച്ച് ഉണ്ടായിരുന്നല്ലോ കേസ്. ആ സ്വിച്ച് അവിടെ ചേടാ. എല്ലാ മിക്ക യൂട്യൂബേഴ്സിനും പറ്റുന്നതാണ് ഈ സ്വിച്ചിൻ്റെ ഒരു പ്രശ്നം. ഇവിടെ എവിടെ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു. എവിടെടാ നീ തങ്കച്ചേട്ടാ? നീ എവിടെ? സ്വിച്ച് കാണാനല്ലേ. തൽക്കാലം സിവിക്ക് ഇവിടെ തന്നെ ഇടാം. നമ്മളെ സിവിക്ക് കേസ് നിങ്ങളെല്ലാവരും നോക്കി വെച്ചോ. ഇതൊന്നും ആയിരിക്കില്ല ഇനി എൻ്റെ ലുക്ക്. ഞാൻ DRL ചെയ്താലെന്ന് ആലോചിക്കുക സിവിക്കിൽ ഒരു വെറൈറ്റിക്ക്. ആരെങ്കിലും പിന്നെ നമുക്ക് സിവിക്ക് വരയ്ക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് പറയാം. നല്ല അടിപൊളി കസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് പറയണോ. ബിക്കോസ് കേസ് നമുക്ക് സിവിക്ക് നല്ലൊരു വർക്ക് ചെയ്യുന്ന ഒരാളെ കിട്ടാനുണ്ട്. ഞാൻ എന്തായാലും നോക്കട്ടെ. കേസ് ആ സ്വിച്ച് കിട്ടി. സിവിക്ക് നമുക്ക് ബാക്കപ്പ് എടുക്കാം. നീ നേരെ പോയി ചായ കുടിക്കട്ടെ. ഞാൻ ഇവിടെ എന്തൊക്കെയോ റൂമിൽ എന്തൊക്കെ മാറ്റം വന്നത്. അവിടെ സോഫയൊക്കെ ഉണ്ടായിരുന്നോ ആർക്കറിയാം. എനിക്ക് തീരെ കൺട്രോൾ കിട്ടില്ല കേട്ടോ ഈ CPM. കാരണം കുറേ ദിവസത്തേക്ക് ശേഷം കളിക്കാനുണ്ട്. ഇതിൻ്റെ ആംഗിൾ ഒട്ടും കൺട്രോൾ കിട്ടില്ല. ഞാൻ ഈ വാതിൽ അടയ്ക്കാനാണ് നോക്കുന്നത്. പക്ഷെ അതെങ്ങനെ അടയ്ക്കുക എനിക്കറിയില്ല. ഞാൻ വേറെ കൂടെ തുറന്നിട്ട് പോവാം. ഒന്നും കൂടി നോക്കിയാലോ. അടഞ്ഞാലോ. ഓക്കെ സ്വിച്ച് കിട്ടി. ഞാനെന്താ നോക്കാന്നറിയും. അടാ ഗമ്മലേ ഭയങ്കര പണിയാണ്. നിങ്ങൾ ലാഗ് അടിപ്പിച്ചെങ്കിൽ സോറി. ഞാനിത് എവിടെയാണ് ഇപ്പോൾ? ഈ ഒരു ആംഗിളിലുള്ള നല്ല എല്ലാം മനസ്സിലാവുള്ളൂ. ഓക്കെ ഈ ഡോറണിഞ്ഞില്ല. സോ ഗൈസ് നമ്മൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത്. നമുക്ക് അടുത്ത കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അപ്പോഴത്തേക്കും ഗൈസ് ബൈ.